യുദ്ധം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം എത്തിയിരിക്കുകയാണ് ഇറാന്റെ നീക്കം. ചർച്ചയ്ക്കൊന്നും ഇറാൻ തയ്യാറല്ല. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണ ടാങ്കറുകൾ ഇതെല്ലാം ഇറാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട്? ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അത് പ്രാവർത്തികമാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വെറും വാക്ക് പറയുകയല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇസ്രായേലിലേക്ക് ഇറാൻ വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് അൽ ജസീറയാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവായിട്ടുള്ള വിഷ്വൽസ് ലോകത്തെ കാണിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഒരു നഗരപ്രദേശത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയ സ്ഫോടനം നടക്കുകയും തുടർച്ചയായി പുക ഉയരുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനുശേഷം പറയുന്നു, ഹൈഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ കേന്ദ്രം, അതായത് എണ്ണ സംഭരണശാലയ്ക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് എണ്ണ സംഭരണ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഹൈഫയെ സംബന്ധിച്ച് അതൊരു തുറമുഖ നഗരമാണ്. തീർച്ചയായിട്ടും എണ്ണ സംഭരണശാലകൾ തുറമുഖങ്ങളോട് ചേർന്നുള്ളത് എന്ന് പറയുമ്പോൾ അത് അത്രയും വലുതായിരിക്കും. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള എണ്ണ സൂക്ഷിച്ചിരുന്ന പ്രദേശങ്ങളായിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് വലിയ പ്രഹരമാണ് എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ഊർജ്ജ പ്രതിസന്ധി അതിഭയാനകമാക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. അഞ്ചന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന തന്ത്രമെന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ഊർജ സംഭരണ കേന്ദ്രങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, വാതക പ്ലാന്റുകൾ തുടങ്ങി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള, അവിടുത്തെ ജനങ്ങളുടെ ഊർജ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാൻ്റെ വൈദ്യുത ശൃംഖല ഏതാണ്ട് പൂർണ്ണമായി ഇസ്രായേൽ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. വൈദ്യുതി ഇല്ലെങ്കിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാകും. അതുപോലെ ഇന്ധനമില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അതുപോലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ആണവ വികിരണം അടക്കമുണ്ടാകും. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ ഇറാൻ്റെ ഭരണമാറ്റം അല്ലെങ്കിൽ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടേതാക്കൽ, ഭരണം തങ്ങൾക്ക് അനുകൂലമാക്കൽ എന്നതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതായത് ഗസയിലൊക്കെ കണ്ടതുപോലെ നിരാലംബരായി നിൽക്കുന്ന ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അവരുടെ ഭക്ഷണ വിതരണ ശൃംഖല തകർക്കുക, ഭക്ഷണവും വെള്ളവും മരുന്നും എത്തിക്കാതിരിക്കുക, ആശുപത്രികൾ തകർക്കുക, ഇതൊക്കെ നമ്മൾ ഗസയിൽ കണ്ടതാണ്. അതായത് അഭയാർത്ഥികളായി ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിലും ടെൻറ്റുകളിലുമൊക്കെ കഴിയുന്നവർക്ക് നേരെയാണ് ഇസ്രായേൽ വലിയ തോതിൽ ഗസയിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന സകല കേന്ദ്രങ്ങളും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരുന്നു ഇസ്രായേൽ നീങ്ങിയത്. എന്നാൽ ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഇസ്രായേലിനുള്ളിലേക്കും ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഓയിൽ റിഫൈനറിയിലേക്കാണ് ആക്രമണം നടന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടു മുമ്പ്, അതിന് അല്പം മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരു വാർത്ത വന്നത്, ഹൂത്തികൾ അവർ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിന് സമീപത്തേക്ക് വീണ്ടും ആക്രമണങ്ങൾ നടത്തിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ വന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ടെല്ലവീവ്, ജെറുസലേം, ഹൈഫ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ പരിപൂർണമായി ഈ പറയുന്ന ബങ്കറുകളിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരുന്നു. ഒരു തരത്തിലും ബങ്കറുകൾ വിട്ട് പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അതോടനുബന്ധിച്ച് വന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് വന്നത്, അവിടുത്തെ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ ഭയം നിറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ, നെതന്യാഹു സർക്കാരിനെതിരെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡുകളും എന്തി തെരുവിൽ പലയിടങ്ങളിലും അണിനിരക്കുന്നു. അതിനെ സൈന്യവും പോലീസും ശക്തമായി നേരിടുന്നു. അവിടെ ഒരു വലിയ ആഭ്യന്തര കലാപത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് എങ്ങനെയാണോ ഇസ്രായേൽ ഇറാനെ തകർക്കാൻ ശ്രമിച്ചത്, സമാനമായ രീതിയിൽ ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ അടിച്ച് തകർക്കുകയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെയാണോ ഇറാന് നേരെ ഇസ്രായേൽ നീങ്ങുന്നത്, അതേ രീതിയിൽ അതികഠിനമായി, അതേ മാതൃകയിൽ
തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഇസ്രായേൽ സ്വന്തം രാജ്യത്ത് ആഭ്യന്തര കലാപത്തിൻ്റെ സൂചനകൾ കണ്ട് പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നെതന്യാഹുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം ഈ യുദ്ധത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനും നൽകാൻ കഴിയുന്നില്ല. ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആണവ ഭീഷണി, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാണ്, ഇറാൻ്റെ ഈ പറയുന്ന ഈ മിസൈൽ കേന്ദ്രങ്ങൾ, പുതിയ തരം മിസൈലുകൾ, ആയുധശേഷി, ഇത് തങ്ങൾക്ക് ഭീഷണിയാണ്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു ഇസ്രായേൽ ന്യായീകരണമായി പറഞ്ഞിരുന്നത്. ഈ ആയുധങ്ങൾ ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്, അതൊന്നും ഉണ്ടാകരുത്, ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ഒരു നൽകിയ അഭിമുഖത്തിൽ നല്ല വ്യക്തമായി വെടിപ്പായി പറയുന്നുണ്ട്, ഈ അവരുടെ എണ്ണ കേന്ദ്രങ്ങൾ, ഓയിൽ റിഫൈനറികൾ അമേരിക്കയുടേതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എന്ന്. ഖാർഗ് ദ്വീപ് ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്, അവിടെയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ഊർജ്ജ സംഭരണ കേന്ദ്രം, എണ്ണയായാലും വാതകമായാലും മറ്റെല്ലാം തന്നെയുള്ള ഒരു വലിയ ദ്വീപാണ്. അപ്പോൾ അവിടേക്ക് കരയുദ്ധം നടത്തി ആ ദ്വീപ് പിടിച്ചെടുക്കുക, അതുവഴി ഇറാൻ്റെ എണ്ണ ശേഷി അല്ലെങ്കിൽ ഓയിൽ കേന്ദ്രങ്ങൾ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറയുമ്പോൾ, വെനസ്വലയിൽ നടത്തിയ അതേ നാടകം തന്നെ ഇറാനിലും ആവർത്തിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയാണ് ഇവർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അത് അവരുടെ ഇതുവരെ ലോകത്തിന് മുന്നിൽ നെതന്യാഹുവും ട്രംപും പറഞ്ഞിരുന്ന ന്യായവാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് അമേരിക്കയിലെ ജനങ്ങളും ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയല്ലേ, യുദ്ധം നിർത്തണം, ട്രംപ് മടങ്ങിപ്പോകണം, ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കയ്ക്ക് വേണ്ട എന്ന രീതിയിലൊക്കെ നിരവധി പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യമാണ് അല്ലേ നിലവിൽ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത് ട്രംപിൻ്റെ അവകാശവാദങ്ങൾ മുഴുവൻ നിരാകരിക്കുന്നതാണ്. ഒപ്പം ട്രംപിൻ്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലുള്ളതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തരത്തിലും അവിടെ ആ സ്ഥാനത്ത് തുടരാൻ ട്രംപ് അതിന് പറ്റുന്ന ആളല്ല, അല്ലെങ്കിൽ അവിടെ തുടരാൻ ട്രംപിന് ധാർമ്മികമായി ഒരു അവകാശവും ഇല്ല എന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടിയിട്ട് പറയുകയാണ്. അതിപ്പോൾ ചിക്കാഗോ, അതുപോലെ ന്യൂയോർക്ക് തുടങ്ങി പ്രധാനപ്പെട്ട 7ഓളം നഗരങ്ങളിൽ, ആ നഗരങ്ങളിലൊക്കെയും 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ട്രംപിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു, ട്രംപിനെതിരായിട്ടുള്ള പ്ലക്കാർഡുകൾ പിടിക്കുന്നു, ട്രംപിൻ്റെ കോമാളി രൂപത്തിലുള്ള ട്രംപിൻ്റെ വിവിധ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാക്കുന്നു. പലരും ട്രംപിൻ്റെ വേഷം കെട്ടിയിട്ട് ട്രംപിനെ അനുകരിക്കുന്ന വിധത്തിൽ, അതായത് യുദ്ധക്കൊതിയനായ ട്രംപ്, നാട് നശിപ്പിക്കുന്ന ട്രംപ്, അമേരിക്കയുടെ പതനത്തിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സർവനാശം ഉണ്ടാക്കുന്ന ട്രംപ് എന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഹിതപരിശോധന നടക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനവികാരം എതിരായി കഴിഞ്ഞാൽ അത് ട്രംപിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ ട്രംപിന് തുടരാൻ കഴിയുമോ എന്ന കാര്യം പോലും സംശയത്തിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ലോകവ്യാപകമായി ട്രംപിനെതിരെ, നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ യുദ്ധം തുടങ്ങി വെച്ചവർ അവരാണ് എന്ന് മാത്രമല്ല, അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ യുദ്ധം നടത്തിയത് എന്നിപ്പോൾ ഇതോടകം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ രാജ്യത്തും, അതായത് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവിടുത്തെ ഭരണകൂടത്തെ നശിപ്പിച്ച് അവിടെ ഭരണം പിടിക്കാൻ ശ്രമിച്ച ട്രംപിനും നെതന്യാഹുവിനും സ്വന്തം രാജ്യത്ത് ഇവരെ ഇറാനിൽ പ്രതീക്ഷിച്ചതിന് സമാനമായ ആഭ്യന്തര എതിർപ്പുകൾ നേരിടേണ്ടി വരികയാണ്. എന്നാൽ അതേസമയം ഇറാനെ സംബന്ധിച്ച് നോക്കുക, ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് കീഴിൽ അണിനിരന്ന് പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാടാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് 10 ലക്ഷം സൈനികർ ഞങ്ങൾക്കുണ്ട് എന്ന്. അതായത് ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൈനിക സംഖ്യ എന്ന് പറയുന്നത് 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും അടുത്താണ്. ബാക്കി 3 ലക്ഷം എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങളാണ്, പൗരന്മാരാണ്, യുദ്ധത്തിന് തയ്യാറായി വരുന്ന പൗരന്മാരാണ്. അപ്പോൾ ഇറാൻ ആഭ്യന്തരമായി വലിയ കരുത്ത് പ്രാപിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്ന അവസ്ഥ വരികയും, എന്നാൽ മറുവശത്ത് ഈ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്ക ഗുരുതരമായ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും ആഗോള പ്രതിസന്ധിയിലേക്കും കടക്കുകയാണ്. കാരണം അമേരിക്കയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ് എന്ന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സഖ്യരാജ്യങ്ങളിലൊക്കെ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ അതിൻ്റെ ഉത്തരവാദി എന്ന നിലയിൽ ട്രംപ് മറുപടി പറയേണ്ട അവസ്ഥയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ, എണ്ണക്കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചിട്ട് അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചിട്ട് ഇതുവരെ ട്രംപിന് അത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ
പലയിടങ്ങളിലും തച്ചു തകർക്കപ്പെടുകയാണ്. സൗദിയിലെയും ഖത്തറിലെയും ഒക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഇറാഖിലെ അടക്കം സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപ് തുടങ്ങി വെച്ച അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ട്രംപും നെതന്യാഹുവും മാത്രം കൂടിയാലോചിച്ച് തീരുമാനിച്ച ഒരു യുദ്ധം ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ മുഴുവൻ തകർക്കുന്ന വിധത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് കഴിയുന്നില്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതായത് ഈ യുദ്ധം കൊണ്ട് ഗൾഫിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. ഓയിൽ ഫാക്ടറികൾ, റിഫൈനറികൾ, സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെ സ്റ്റീൽ ഫാക്ടറികൾക്കൊക്കെ നേരെ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സാധാരണക്കാരനായ പൗരന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പല ആക്രമണങ്ങളും വേറെയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കൊണ്ടൊക്കെ വലിയ നാശനഷ്ടങ്ങൾ മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നു. ഒരൊറ്റ രാജ്യം പോലും അമേരിക്കയെ പിന്തുണച്ച ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്കൻ സൈന്യത്തോടൊപ്പം പോകുന്നില്ല തുടങ്ങി ഒരുപാട് തിരിച്ചടികൾ ട്രംപിന് കിട്ടുമ്പോൾ ട്രംപിന് അമേരിക്കയുടെ തന്നെ പിന്തുണ ഇപ്പം ഇല്ലാതാവുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ സൈന്യം പോലും രണ്ട് തട്ടിലാണ്. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ വാദം വേറെയാണ്. JD വാൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് കരയുദ്ധം ഉണ്ടാകില്ല എന്നാണ് G7 രാജ്യങ്ങൾക്ക് ഉറപ്പ് കൊടുത്തത്. പക്ഷേ ട്രംപ് പറയുന്നത് കരയുദ്ധത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്, ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക. അപ്പം മൊത്തത്തിൽ ആശയക്കുഴപ്പവും ആകപ്പാട പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അമേരിക്കയും ഇസ്രായേലും നടുക്കടലിൽ ഉരുകുന്ന സാഹചര്യമാണ്. പക്ഷേ അതേസമയം ഇറാനെ സംബന്ധിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. അവർ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു. ശത്രുവിനെ ശിക്ഷിക്കുന്നതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മണിക്കൂറുകളിൽ അവരുടെ ഒരു ഏറ്റവും വലിയ സൈനിക തലവനായിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞത്, IRGCയുടെ തലവൻ പറഞ്ഞത്, കരയുദ്ധത്തിന് വരുന്ന അമേരിക്കൻ സൈനികരെ പേർഷ്യൻ കടലിലെ സ്രാവിനിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മറ്റൊരു സൈനിക മേധാവി പറഞ്ഞത്, ഈ യുദ്ധത്തിൽ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല, ഇത്തരമൊരു യുദ്ധത്തിന് വേണ്ടിയാണ് ഞങ്ങൾ 20 വർഷമായി കാത്തിരുന്നതെന്നാണ്. അതായത് ഈ കരയുദ്ധത്തോടുകൂടി അമേരിക്കയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും എന്ന നിലയിലാണ് ഇറാൻ പറയുന്നത്. കാരണം ഇറാൻ ഇതൊക്കെ അവരുടെ പദ്ധതികളിൽ ഉണ്ട്. അവർ കൃത്യമായി ഇത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു. ആ ആക്രമണം നടന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടാലും പിന്നീട് എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് പ്ലാനിങ് അതുപോലെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ഇറാൻ പറയുന്നത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നതോ സ്വപ്നം കാണുന്നതോ പ്രഖ്യാപിക്കുന്നതോ വെല്ലുവിളിക്കുന്നതോ ഒന്നും നടക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഇറാൻ പറയുന്നതും ഇറാൻ ചിന്തിക്കുന്നതും ഇറാൻ പറഞ്ഞതും ഇറാൻ വിചാരിക്കുന്നതും മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ പരിപൂർണമായി ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ട്രംപ് പറയുന്നു ഇറാനുമായി ഞങ്ങൾ ചർച്ച നടത്തി, ഇറാൻ ഏകദേശം ഒത്തുതീർപ്പിലേക്ക് വന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയാണ്. പക്ഷേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല, അടിയോടടിയായിരിക്കും ഇനിയെന്നും വ്യക്തമായി പറയുമ്പോൾ ട്രംപിൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച പാറുന്നത് പലരും കാണുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായാലും ഇറാൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ, ഇറാൻ്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോഴും നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം.